ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേദിവസമാണ്. ആക്ച്വലി പെരുന്നാളിൻ്റെ കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം അങ്ങനെ രാത്രി ഇരുന്നപ്പോഴത്തേക്കും വിചാരിച്ചു എങ്കിൽ ഇന്ന് വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ടപ്പ് ചെയ്തും പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ രാത്രി ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്സ് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ഞങ്ങൾ പപ്സ് ഉണ്ടാക്കാനുള്ള ഒരു തട്ടിക്കൂട്ടി പപ്സ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ഓവനൊന്നും ഇല്ലാതെ ജസ്റ്റ് കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു പഫ്സിൻ്റെ ചെറിയൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വീട് മാറി ആദ്യമായിട്ട് ഈദ് ആഘോഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളുടെ സൈക്കോളജി ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത്തവണത്തെ ഇതെന്ന് പറയുന്ന സംതിങ് സ്പെഷ്യൽ ആയിരിക്കും. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി വയ്ക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വലുതായിട്ടൊന്നും ബിരിയാണി വയ്ക്കാൻ അറിയത്തില്ല, പക്ഷെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി വയ്ക്കാനുള്ള പ്ലാനാണ്. രാവിലെ എന്തായാലും ഫുഡും വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഫുഡ് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് നേരത്തെ തന്നെ ഉച്ചത്തേക്കുള്ള പരിപാടി തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള. രാവിലെ നമ്മൾ അധികം വലുതായിട്ടൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഴങ്കഞ്ഞിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ ചോറ് കളയേണ്ടി വരും. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കളയാതിരിക്കാനൊക്കെ മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അവർ വീട്ടിൽ സ്ഥിരമായിട്ട് ബിരിയാണി വെക്കുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ അസിസ്റ്റ് ചെയ്ത് നിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചിക്കൻ ബിരിയാണിയും സലാഡും പിന്നെ ഫ്രൈ അപ്പുറത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളത് ബീച്ചും മുട്ടായി പിരിവുമാണ്. ഈ 2 സ്ഥലങ്ങളാണ് എപ്പോഴും പോയിട്ടുള്ളത്. ഗൈസ്, നമ്മൾ ബീച്ചിൽ പോകാൻ പോവുകയാണ്. ലെറ്റ്സ് ജോയിൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇവളാണ് നമ്മളെ വീട്ടിലെ മെയിൻ കുക്ക്, ഷെഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രോയാണ്. അല്ല, വീട്ടില് ഓൾമോസ്റ്റ് മിക്കപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കണത് ഇവളാണ്. ഇന്നലെ തന്നെ മൊത്തം ഇവളായിരുന്നു. എൻ്റെ വീട്ടിൽ ഇവള് ഫേമസ് ആണ്. സത്യയോടെ എൻ്റെ ഉമ്മാക്ക് എൻ്റെ കുടുംബക്കാരത്ത് അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്ഷയ അറസാണ് വീട്ടില് മെയിൻ ഷെഫ്. എപ്പോഴും അങ്ങനെ ബീച്ചിൽ തന്നെ പോകാനുള്ള കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് അടുത്താണ് ബീച്ചിലേക്ക് പോകാൻ. പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും നമുക്ക് അധികം അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മളെപ്പോഴും പോകുന്ന കോഴിക്കോട് ബീച്ചിലായിരുന്നു. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ഇല്ലാത്തതിൻ്റെ അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് കോഴിക്കോട് ബീച്ചിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വന്നിരിക്കാനാണ്. ഫാമിലിക്കായിട്ട് നമ്മൾ നൈറ്റ് വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റും നല്ല വൈബാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നതുകൊണ്ട് നേരെ ചൊവ്വേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ. അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ.